എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ചന്ദ്രമണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വീഡിയോ 3 മിനിറ്റ് സമയപരിധി ആയതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ചന്ദ്രമണ്ഡലമാണ് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ പിതൃകൾക്ക് വേണ്ടി സങ്കല്പിച്ച് തെളിയിക്കുന്ന അഗ്നി. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഗ്രഹത്തിൽ അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ നിലവിളക്ക് കത്തിക്കേണ്ട അഗ്നി ഏതൊക്കെ അഗ്നി എവിടൊക്കെ തെളിക്കാം എന്നുള്ള ഒരു വിശദീകരണമാണ് ഞാനിന്നിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പൂജാമുറി അല്ലെങ്കിൽ ഈശ്വരമണ്ഡലം, ബോധമണ്ഡലം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് തന്നെയാണ്. അവിടെ നമ്മൾ വിളക്ക് കത്തിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക, ഈശ്വരനെ സ്മരിക്കുക, അവിടെ അഗ്നി തെളിയിക്കുക. അതിൻ്റെയൊക്കെ ഒരു ഫലം എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പല വീടുകൾക്കും പല വ്യക്തികൾക്കും ഞാനിത് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നെ അറിയിച്ചതും പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വരാൻ കാരണം തന്നെ. അപ്പോൾ നമ്മൾ കഴിയുന്നതും ബോധമണ്ഡലത്തിൽ തന്നെ ഈശ്വര സങ്കല്പത്തിൽ നമ്മൾ പൂജാമുറി ചെയ്ത് വിളക്ക് കത്തിച്ച് അവിടെ ഭജിക്കുക, ഈശ്വരനെ സ്മരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഗുണം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഹരിയും ഹരിയും ഹരിയും. അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ മറ്റ് പല വിശദാംശങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. രുദ്രാക്ഷം, ജ്യോതിഷം ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുമായിട്ട് ഞാൻ ഇതേ എപ്പിസോഡിൽ, ഇതേ മീഡിയയിൽ, ഇതേ ചാനലിൽ ഞാൻ വരുന്നതായിരിക്കുമെന്ന് നിങ്ങളെ ഏവരെയും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം നിർത്തുന്നു. ഹരി ഓം ഹരി ഓം ഹരി ഓം.